നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിവാകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിന് കേരളത്തിലെ ജനങ്ങൾ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രതികരണം നടത്തണം. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയേണ്ടത് ആവശ്യമാണ്. മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ഭരണം മാറണമെന്നൊന്നും വാശിയൊന്നുമില്ല. കഴിവുള്ള മറ്റേതെങ്കിലും ഒരു മന്ത്രിയെ ഏൽപ്പിക്കുക. സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിന് യാതൊരു യോഗ്യതയില്ലെന്ന് മാത്രമല്ല, ഒരു ദുരന്തമാണ് താനും. കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ള യു ടേൺ എന്ന് പറയുന്നത്. അറിയാമല്ലോ, നമ്മുടെ ശബരിമല പാട്ട്, പോറ്റിപ്പാട്ട് ഒരു പാരഡി ഗാനമാണ്, ഒരു പ്രതിഷേധ ഹാസ്യ ഗാനമാണ്. അപ്പം അത്തരത്തിലൊരു ഗാനം വരുമ്പോൾ അതിനെ അതിൻ്റെതായ ലെവലിലെടുത്ത് അത് കണ്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയാത്തതല്ല. കാരണം അദ്ദേഹത്തെ ഏറ്റവും അധികം വിമർശിക്കുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആരെയാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സഖാവ് പിണറായി വിജയനെ എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തെ ഏറ്റവും അധികം വിമർശിക്കുന്ന യൂട്യൂബേഴ്സും മറ്റ് ചാനലുകളും ഉള്ള ഒരു നാടാണ് നമ്മുടേത്. ആ സമയത്ത് അവരെയൊക്കെ ചായ്ക്കാൻ വേണ്ടിയിട്ട് ഡിഫോമേഷൻ കേസുകൾ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അതായത് സർക്കാരിന്, CPM-ന് ദ്വേഷകരമായിട്ട് വരും എന്ന് തോന്നുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അവരെ പാർട്ടിക്ക് പ്രശ്നമാണ് എന്ന് കരുതുന്ന ആൾക്കാരെയൊക്കെ കള്ളക്കേസ് കൊടുത്ത് അവരെ ഒതുക്കാൻ യാതൊരു മടിയുമില്ലാത്ത അധാർമികതയുടെ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോറ്റിപ്പാട്ടാണ് അതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് പോറ്റിപ്പാട്ടിൻ്റെ പേരിലെടുത്തിട്ടുള്ള കേസ്, അതിലെന്താ പറഞ്ഞിരുന്നത്, വിദേശത്താണ് അതിലൊരാൾ, അദ്ദേഹത്തെ അവിടെ നിന്ന് കത്തയച്ച് വരുത്തി. അതായത് അദ്ദേഹം പണിയെടുക്കുന്ന കമ്പനിയിലേക്ക് ഔദ്യോഗികമായി സർക്കാരിന്റെ കത്ത്, ആഭ്യന്തര വകുപ്പിന്റെ കത്ത്, ഇയാൾ പക്കാ ഫ്രോഡാണ്, ഇയാൾ കേസിലെ പ്രതിയാണ്, അവിടെ നിന്ന് ഇവിടെ കയറ്റിവിടണം എന്ന നിലയിൽ കത്തയച്ച് വരുത്തി അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് പറയുന്നതിന്റെ തെളിവ്. കാരണം ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ കേസ് ഇപ്പോൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ സത്യസന്ധത ഒന്ന് പരിശോധിച്ചാൽ മതി. അതായത് 4 പേരും, ഈ 4 പേരുടെ പാട്ട് കേരളത്തിൽ വലിയ തരംഗമാകുന്നു. 4 പേരെന്ന് പറയുമ്പോൾ ഒന്ന് ആ പാട്ടിറക്കിയ ആ സംവിധാനമാണ്, ഒന്ന് ആ പാട്ട് എഴുതിയ ആളാണ്, ഒന്ന് അത് പാടിയ ആളാണ്, മറ്റൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോ കാണിച്ച ആളും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് പേരുണ്ട്, ഒരു കൂട്ടായ്മയുടെ ഒരു പാട്ടാണ് ഇതെന്നുള്ളത്. ഇവർ തന്നെ CPM-ന് വേണ്ടിയിട്ട് ധാരാളം പാട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക പാർട്ടിയുടെ അടിമകളൊന്നുമല്ല ഇവർ. അവരുടെ തൊഴിലാണ് പാരഡി ഗാനങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാരഡി ഗാനങ്ങൾ ഇറക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും അല്ലാതെ ഇറക്കുമ്പോൾ മിക്കവാറും എല്ലാം ഒരു ടീം തന്നെ ഇറക്കല്. അത്തരത്തിൽ ഞാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സമയത്ത് എനിക്കറിയാം, അവിടെ പല രീതിയിൽ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJP-ക്കും ഞങ്ങൾ ഒരുമിച്ച് ഓർക്കസ്ട്ര ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്കറിയാം, ഇവിടെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ ഒരു പാട്ടാണ് OTA KTA എന്നുള്ള പാട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെ മുഴുവൻ കള്ളക്കേസ് എടുക്കുക. കള്ളക്കേസ് എന്നാ പറയുക, കേസ് എടുക്കുക. ഇനി ആ കേസിൽ, ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ, അതായത് അതൊരു സാമൂഹ്യമായിട്ട് ഒരു ദ്വേഷകരമാകുന്ന ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ, മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണെങ്കിൽ, ഒരു ദൈവിക അവഹേളനം ഉണ്ടാക്കുന്ന പാട്ടാണെങ്കിൽ, ശബരിമല ധർമ്മശാസ്താവിനെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന, ഭക്തരുടെ വിശ്വാസത്തെ അപമാനിക്കുന്ന ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ ഈ കേസ് നിലനിർത്തിയേനെ, ഇത് അന്വേഷിച്ചു കൊണ്ടുപോയേനെ. അപ്പോൾ സഖാബിന് തന്നെ അറിയാം, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് തന്നെ അറിയാം, ഇതൊരു വ്യാജ കേസാണ്, ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന്. കാര്യം ഇത് കൊണ്ടങ്ങോട്ട് ചെന്നാൽ കോടതി ചോദിക്കും, എന്തോന്നല്ലേ ഇതൊന്നും ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്നേ. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ എടുക്കുമ്പോൾ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ നാണം കെടേണ്ട സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് കേസ് വേണ്ടാന്ന് വെക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ കേസ് ഒരു വ്യാജ കേസാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ കേസുകൾ എടുക്കാൻ കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന, വ്യാജ കേസുകൾ എടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി നമ്മുടെ നാടിന് നല്ലതാണോ? അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ അവിടെ ഇരുന്നോട്ടെ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്ഥാനം ഒഴിയണം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ പോലീസ് സേനയെ താന്തോന്നികളാക്കി മാറ്റാൻ ഒരു വിഭാഗം ഗുണ്ടകളായിട്ടുള്ള കുറെ പോലീസുകാരുണ്ട്. അവരെ അതിന് പുറമെ താന്തോന്നികളായി മാറ്റാനായിട്ട് ഉപകരിച്ചിട്ടുള്ളൂ. ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അത്തരത്തിലുള്ള മോശം പോലീസുകാരെ നന്നാക്കാനോ
അവരെ നേർവഴിക്ക് നടത്താനോ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിഭാഗമാക്കി മാറ്റാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതായത് കഴിവ് കെട്ട ഒരു ആഭ്യന്തരമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് അതിന്റെ തെളിവ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റു ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്ന മറ്റ് വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു CI തന്നെ കണ്ടില്ലേ, 2024 നടന്നിട്ടുള്ള ഒരു ഗർഭിണിയുടെ മുഖത്തടിച്ച ഒരു സംഭവം. ആ സംഭവം മാത്രമല്ല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് പരാജിതനാണെന്ന് പറയാൻ കാരണം. ആ സംഭവം യഥാസമയം അവർ പരാതി കൊടുത്തു. അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ട് ആ പരാതി കാമ്പുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ട് അവർ അതിന്മേൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. നടപടി എടുത്തിട്ടില്ല. കാരണം ഈ CCTV ദൃശ്യങ്ങൾ, സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് ഇവർക്ക് കൊടുത്തിട്ടില്ല, ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതായത് അതിന്റെ പരാതിക്കാരന് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം ഇവർ പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതി പ്രകാരം ഈ CIക്ക് മേലിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, DYSP ആയാലും SP ആയാലും മറ്റുള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ DGP പോലും ഇത് ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ കണ്ടിട്ടും അതിന്മേൽ യാതൊരു നടപടിയും വന്നിട്ടില്ല. അത്തരത്തിൽ നടപടി വരുന്നുണ്ടോ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി എന്ന ആഭ്യന്തരമന്ത്രി അന്വേഷിച്ചിട്ടുമില്ല. അതായത് പൊതുജനങ്ങൾക്ക്, അവരാണല്ലോ രാജാവ് എന്ന് പറയുന്നത്, അവരുടെ വോട്ട് വാങ്ങിയാണ് മുഖ്യമന്ത്രി അടക്കം അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി പോലീസിനെ കുറിച്ചുണ്ടെങ്കിൽ, പോലീസ് നടപടിയെ കുറിച്ചുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഔദ്യോഗികമായി തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാനോ, അവർക്ക് നീതി ലഭ്യമാക്കാനോ, അവരുടെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച് നടപടി എടുക്കാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ അവരെ തൂക്കി വലിച്ചെറിഞ്ഞിട്ട് പകരം കഴിവും പ്രാപ്തിയുമുള്ള, സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രബോധവും പൗരബോധവും ഉള്ള ആരെങ്കിലുമൊക്കെ നിയമിക്കാനോ ഒന്നും നമ്മുടെ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാകട്ടെ ഇത്തരത്തിൽ ഗർഭിണിയെ മർദ്ദിച്ച്, അതും ഒരു കോൺസ്റ്റബിൾ, അതായത് ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു വനിത, അവർ കൂടി അടിച്ചു. ആദ്യം CI അടിക്കുന്നു, CIയുടെ അടിയും കൊണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഉടനെ എന്നാൽ CI ഒരെണ്ണം കൊടുത്തതല്ലേ, എന്നെ ഞാനും കൂടെ ഒന്ന് കൊടുക്കാം എന്ന രീതിയിൽ അവളും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അവളുടെ അടിയും കൊണ്ട് ഇവർ പരാതി കൊടുക്കുമ്പോൾ അത്രത്തോളം സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മാനസികാഘാതമുണ്ട്, ശാരീരികാഘാതമുണ്ട്, അതിന് പുറമെ സൈക്കോളജിക്കൽ മറ്റൊരു വിഷയമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു പരാതി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാതെ അതിനെ അവഗണിച്ചു വിട്ട, CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടും അതിന് ഒരു വകുപ്പ് തന്നെ നടപടി എടുക്കാത്ത ഒരു പോലീസ് സേനയെ ഇവിടെ സൃഷ്ടിച്ചൊരുക്കിയത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. അതാണ് അദ്ദേഹത്തിന്റെ കഴിവില്ലാത്തൊരു മന്ത്രിയാണെന്ന് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു വിഭാഗം ഇതിനു മുമ്പില്ല. 10 വർഷം മുമ്പ് അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. ഇവിടെ ഈ 10 വർഷത്തിന് ശേഷം നടക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചിട്ടുള്ള, പിന്നെ നവകേരള ടൂറിൽ നിരത്തി മർദ്ദിച്ചിട്ടുള്ള, അങ്ങനെ മർദ്ദിച്ച് ശത്രുക്കളെ, അതായത് പോലീസ് സേനയ്ക്കായാലും തന്റെ CPM എന്നുള്ള പാർട്ടിക്കായാലും സർക്കാരിനായാലും എതിരെ ശബ്ദിക്കുന്ന എതിർ ശബ്ദങ്ങളെ മുഴുവൻ തല്ലി ഒതുക്കാൻ, കള്ളക്കേസെടുത്ത് ഒതുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഒരു നിലയ്ക്കും യോഗ്യനല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു കേസിൽ ഇപ്പോ ഹൈക്കോടതി ഇടപെട്ട് ഈ ദൃശ്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തത് കൊണ്ടും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അത് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് നടപടി വരുന്നത്. ആ നടപടി തന്നെ അത്ര സുഖകരമായ നടപടിയല്ല. ഇതിനു മുമ്പ് ഇതുപോലെ CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു പോലീസുകാരനെ സംരക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് CPMന്റെ ഒരു നേതാവായതുകൊണ്ടാണ്. പരാതി പ്രകാരം ഒരു കേസെടുത്ത്, അല്ലെങ്കിൽ ഒരു കേസെടുത്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന ഒരു വനിതയെ ലൈംഗികമായി ഉപയോഗിച്ചു, നിരന്തരം ഉപയോഗിച്ചു. അവസാനം അത് പരാതിയായി. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഒരു കത്ത്, ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്തു. അതുമേൽ പോലും ഒരു നടപടി എടുത്തിട്ടില്ല. ആ പോലീസുകാരനെ സംരക്ഷിക്കുകയാണ്. ഇവിടെ ഈ പോലീസുകാരന്, ഈ യുവതിയെ മർദ്ദിച്ച പോലീസുകാരൻ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, അതായത് ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കേവലം ഒരു സസ്പെൻഷൻ, കുറച്ച് കഴിയുമ്പോൾ ആ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ കയറ്റി പറ്റുന്നുണ്ടെങ്കിൽ DYSP ആക്കിയിട്ട് മാറ്റിയിട്ട് നേരത്തെ തടഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പണം ഉണ്ടല്ലോ, നമ്മളെ സസ്പെൻഷൻ കാലത്ത് മാറ്റി വെച്ചിട്ടുള്ള തടഞ്ഞു വയ്ക്കപ്പെട്ട പണം, ശമ്പളം, അതെല്ലാം പലിശ സഹിതം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻകാല പ്രാബല്യത്തോടെ വീണ്ടും അധികാരത്തിൽ വെക്കും, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം കൊടുക്കും നമുക്കറിയാം. അതാണ് ഒരു കഴിവില്ലാത്തൊരു മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് ജനങ്ങൾക്ക് നീതി ലഭ്യമല്ല എന്നൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി യാതൊരു നടപടിയും എടുക്കാത്ത ആഭ്യന്തര വകുപ്പിൽ അമ്പേ പരാജിതനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇനി കുറച്ച് മാസങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചിട്ട് കഴിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ചവരെ നിയമിക്കണം. കാരണം അങ്ങനെയെങ്കിലും കുറച്ചു നാൾ കൂടിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇപ്പോൾ മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇനി ഇവിടുത്തെ CPM ഭരണം എന്ന് പറയുന്നത്, എന്താണ് പോലീസിങ് എന്ന് അവർ അനുഭവിക്കട്ടെ. പോലീസിൽ കഴിവുള്ളവരുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള ചില ഗുണ്ടകളെ കയറൂരി വിടുന്നത് കൊണ്ടാണ് ഇതിൽ കുഴപ്പമെന്ന് പറയുന്നത്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതത്തിനും സമാധാനപൂർവ്വമുള്ള അന്തരീക്ഷത്തിനും സ്വസ്ഥതാപൂർവ്വമായിട്ടുള്ള ഒരു എന്താ പറയുക തുടർച്ച ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക, സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുക, സമാധാനപരമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പോലീസിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ നിരപരാധികളായിട്ടുള്ളവരെ തല്ലിച്ചതയ്ക്കാനോ പരാതി പറയുന്നവരെ പിടിച്ച് ബലാത്സംഗം ചെയ്യാനോ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് തങ്ങൾക്ക് ശമ്പളം തരുന്ന സർക്കാരുണ്ടല്ലോ, ആ സർക്കാരിനോ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കോ എതിരെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തലതല്ലി പൊളിച്ച് അല്ലെങ്കിൽ അവരുടെ നാഭിക്ക് ചവിട്ടി, അത് ഗർഭിണിയാണെങ്കിലും ഇനി ആര് തന്നെ ആയിരുന്നാലും അവരെ തല്ലിച്ചതച്ച്, ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരെ മുന്നിലിട്ടടിച്ച് അവരുടെ ഭർത്താക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി, അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. 1 രൂപ പോലും സാമ്പത്തിക സഹായം കൊടുക്കാനില്ലാത്ത ഈ ഒരു ഈ സർക്കാരിനെ ഖജനാവ് പൂച്ച പറ്റി പുല്ലും കുരുത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ മര്യാദയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കുന്നവരെ അവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്ന വിധത്തിൽ, അവരുടെ ജീവിതം ഇല്ലാതാകുന്ന വിധത്തിൽ, അവരുടെ വരുമാനം ഇല്ലാതാകുന്ന വിധത്തിൽ, അവരുടെ കുടുംബജീവിതം തകരുന്ന വിധത്തിൽ കള്ളക്കേസെടുത്ത് അകത്തിട്ട് നശിപ്പിക്കുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പാണ്, പോലീസുകാരാണ് ഇത് ചെയ്യുന്നത്. കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ രക്ഷ കിട്ടുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ നീതി അവിടെ ലഭിക്കുന്നില്ല. സകല ജീവിതവും നശിച്ച്, സകല സമ്പാദ്യവും നശിച്ച്, സകല വരുമാന മാർഗവും നശിച്ച് അവസാനം ആത്മഹത്യയുടെ വക്കിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തുകൊണ്ട്, കയറെടുത്ത് വെച്ചുകൊണ്ട് ഇനി അത് മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീതി കിട്ടി, നിന്നെ വെറുതെ വിട്ടേക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ കോടതിയിൽ നിന്ന് പുറത്ത് നിരപരാധിയാണെന്ന് വന്നിട്ടും കാര്യമില്ലാത്തൊരു അവസ്ഥയാണ്. കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമാകുമ്പോഴല്ലേ വെറുതെ വിടാൻ പറ്റൂ. പക്ഷെ എന്തിനാണ് കള്ളക്കേസ് എടുക്കുന്നത്? ഇവിടെ പോറ്റിയെ കയറ്റി എന്നുള്ള ഈ പാട്ട് സർക്കാർ എടുക്കുമ്പോൾ അതിലൊരു നിഗൂഢതയുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു, നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എന്തെങ്കിലും ഒരു സാമൂഹ്യ ഒരു എതിർപ്പ്, അല്ലെങ്കിൽ ഒരു അയ്യപ്പ വിഭാഗീയത, അല്ലെങ്കിൽ ഒരു അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുന്നത്, സമൂഹത്തിൽ ജാതീയമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് യൂട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് യൂട്ടേൺ അടിച്ച് ജനങ്ങളിൽ ഒരു പ്രതിഷേധമുണ്ട് എന്നറിയുമ്പോൾ ഒരു നീതികരമായ ഒരു നടപടിയാണ് പോലീസ് എടുത്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഈ സർക്കാർ എടുപ്പിച്ചിട്ടുള്ളതെങ്കിൽ യൂട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല. ആ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അപ്പൊ അത് നടപടികളുമായി മുന്നോട്ട് പോകാതെ അത്തരത്തിലുള്ള കേസും വേണ്ട, കത്തയക്കാൻ വേണ്ട, അന്വേഷിക്കാൻ വേണ്ട, അറസ്റ്റ് ചെയ്യാൻ വേണ്ട, ഒരു തുടർ നടപടിയും വേണ്ട എന്ന് ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു കള്ളക്കേസാണ്. അവർക്കെതിരെ വന്നിട്ടുള്ള ശബ്ദങ്ങളുടെ നാവരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ അർത്ഥത്തിലാണ് പറയുന്നത് സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ 100% പരാജിതനാണ്, ഒരു സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് കൊള്ളാവുന്ന ആൾക്കാർ CPM വേറെ ഉണ്ട്, അവരെ ആരെങ്കിലും ഇനിയുള്ള കാലമെങ്കിലും ആഭ്യന്തര വകുപ്പിനെ ഭരിക്കാനൊന്ന് ഏൽപ്പിക്കണം. Different angles. Don't forget to subscribe and support this channel.